ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി. അതൊന്ന് ആക്സിഡൻ്റായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ വർക്ക് എത്ര ഡാമേജ് എത്ര എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വണ്ടി അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. ഫോർക്ക് ഓൾറെഡി ചെറിയൊരു ബെൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അലൈൻമെൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ടി ഫോർക്ക് ഉണ്ടല്ലോ, ടി ഫോർക്കിനും വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ ഫുൾ സെറ്റപ്പായിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് അഴിച്ച് ലെവൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് ഈ കോൺസെപ്റ്റിൻ്റെയാണ് ആ അടി വന്നത്. പിന്നെ വീൽ ബെയറിങ്ങിനും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ കിടക്കുന്നത് കട്ട ടയറാണ്. അത് കട്ട ടയർ എന്ന് പറഞ്ഞാൽ റീസോൾ ചെയ്ത ടയറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വെട്ടലും പാളിച്ചയും വണ്ടിക്ക് ഉണ്ടാവും എന്തെങ്കിലും കേട്ടോ. കാരണം അത് ടയർ നമുക്ക് കമ്പനി ടയർ ഇട്ടാൽ തന്നെയാണ് വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ അതിനകത്ത് 1-2 ഡാമേജുകളൊക്കെ ഉണ്ട്. അതായത് കേബിളുകളൊക്കെ ഔട്ടർ വലിഞ്ഞിട്ടുണ്ട്, ഔട്ടർ വലിഞ്ഞ് നിൽക്കണം. അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ജാമായിട്ട് നിൽക്കുന്നതൊക്കെ അതിൻ്റെയാണ്. തള്ളിയാൽ നീങ്ങാത്തതിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളൊക്കെ കട്ടായി പോയാൽ കാണാം. ഓൾറെഡി മീറ്റർ വർക്കിംഗ് അല്ല, കേബിൾ വിട്ടത് കാണാം. മീറ്റർ മെക്കാനിസം നല്ലതാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ കേബിൾ മാറ്റി അത് വർക്കിംഗ് ആക്കി ഇടുന്നതാണ് ബെറ്റർ. പറയാൻ കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് തുടങ്ങി മെയിൻ്റനൻസ് എല്ലാം കിലോമീറ്റർ ബേസിലാണ് വന്നത്. അപ്പോൾ കിലോമീറ്റർ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നോലെ നമ്മൾ ഓയിൽ ചേഞ്ചിൻ്റെ സമയം വിട്ടുപോകും, അതല്ലെങ്കിൽ ഒന്നോലെ നേരത്തെ ചെയ്യും, അതല്ലെങ്കിൽ വൈകി ചെയ്യും. എങ്ങനെ ചെയ്താലും നഷ്ടം തന്നെയാണ്. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ഈ ഇൻഡിക്കേറ്റർ ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ആക്സിഡൻറ്റിൽ പറ്റിയതാണ്. അത് നമുക്ക് ഈ മോഡൽ ഗ്ലാസ്സാണ് വരാം. അത് ശരിക്കും പറഞ്ഞാൽ കമ്പനി ആ മോഡൽ ഓൾറെഡി നിർത്തി. വണ്ടി ഇനിയിപ്പോൾ സ്പെയർ നമുക്ക് കിട്ടില്ല, അത് അവൈലബിൾ അല്ല. കാരണം ഇപ്പോൾ വന്ന മോഡൽ ലേറ്റസ്റ്റ് മോഡൽ ക്ലിയർ ലെൻസ് വൈറ്റ് ഗ്ലാസ്സാണ് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടണം. ഇപ്പോൾ എന്തെങ്കിലും ഓർമ്മ പൊട്ടിയിട്ടുള്ളൂ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ കമ്പനി ജെനുവിൻ പാർട്സ് അവൈലബിൾ അല്ല. പുറമേ നിന്ന് ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡ് ഏതെങ്കിലും മേടിച്ച് വെക്കേണ്ടി വരും. അത് മാത്രമാണ് ഇനി കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. മറ്റേത് ഓൾറെഡി കമ്പനി നിർത്തി കളഞ്ഞാണ്, സ്റ്റോക്ക് പ്രൊഡക്ഷൻ നിർത്തിയാകണം. അപ്പോൾ അതുകൊണ്ടായിട്ട് അവൈലബിൾ അല്ല. പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ടിൽ വന്ന ഈ ഗാർഡ്, ഈ ലെഗ് ഗാർഡ് ഡാമേജാണ്, മൊത്തത്തിൽ ചിളങ്ങിയിട്ടുണ്ട്. തന്നെയല്ല ഇവിടെയൊക്കെ തുരുമ്പിട്ട് വിട്ടുപോയേക്കണമാണ്. അപ്പോൾ കൈയോടെ അത് മാറ്റി വയ്ക്കണമാണ് ഏറ്റവും ബെറ്റർ. കാരണം വണ്ടി ആക്സിഡൻ്റ് ആവുകയും നമ്മൾ മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഗാർഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മളിപ്പോൾ എന്തെങ്കിലും ലെവൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചാൽ പോലും ഈ സൈഡൊക്കെ തുരുമ്പിട്ട് പൊട്ടിപ്പോയേക്കാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും സേഫ്. നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമാണത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹാൻഡിലൊക്കെ ചെറിയ വെൻ്റുണ്ട്. ഹാൻഡിലൊക്കെ നമുക്കൊന്ന് അലൈൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ മാത്രം അത് മാറ്റിക്കളയുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. പിന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഈ ബാക്ക് സൈഡിൽ നിന്നൊക്കെ അന്യായ ഈ കൗൾ സെറ്റൊക്കെ പൊട്ടി കിടന്നിട്ടേ വെറുതെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതൊക്കെ ടൈ ചെയ്തൊക്കെ പിടിപ്പിച്ചാണ്. അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഐറ്റം മാറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. കാരണം ഞാനത് എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് പറയാം. പറ്റുമെന്ന് നോക്ക്, പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം. കാരണം ഇത് നല്ല ഗട്ടറുള്ള വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ കിടന്ന് നമുക്കിങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് വരാം. പിന്നെ അതിൻ്റെ ചെയിൻ ബ്രേക്കൊക്കെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. പിന്നെയുള്ളത് ഫ്യൂൽ ടാങ്കാണ്. പെട്രോൾ ടാങ്കിൻ്റെ സൈഡ്, ഈ സൈഡ് നല്ല രീതിയിൽ ചിളക്കം വന്നിട്ടുണ്ട്. അത് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഈ സൈഡിൽ. അതേപോലെ തന്നെ ടോപ്പ് സൈഡിലും ചിളക്കമുണ്ട്. തന്നെയല്ല പെയിൻറ്റൊക്കെ പോയിട്ട് തുരുമ്പൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടാങ്ക് ബാഗ് കിടക്കണ കാരണം പുറത്തേക്ക് അറിയില്ലെന്നുള്ളൂ. ടാങ്ക് ലെവൽ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ടാങ്കിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ടാങ്ക് ഇപ്പോൾ തുരുമ്പിട്ട് ഓട്ടയൊക്കെ ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്കത് പെട്രോൾ ലീക്കായിട്ട് നമ്മളതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ലെവലിങ് ഞാൻ ആ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട്. പെയിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ അതിന് എത്ര കോസ്റ്റ് വരും എന്നൊക്കെ ചോദിച്ചു നോക്കാം ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ചെയ്ത് കയറ്റിയത് നല്ലതാണ്. ജസ്റ്റ് ഞാൻ നമ്മുടെ സജഷൻ പറഞ്ഞു എന്നുള്ളൂ. നോക്കിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഉൾക്കൊള്ളിച്ച് തന്നെ പറയാം. ടാങ്ക് ലെവലിങ്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്, അതേപോലെ തന്നെ ഫോർക്ക് ലെവലിങ്, കോൺസെറ്റിൻ്റെ ഇൻഡിക്കേറ്റർ, ബാക്കിലത്തെ ഈ കൗൾ സെറ്റും കൂടി ഞാൻ പെടുത്തുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒഴിവാക്കേണ്ട കേസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ. നമ്മളതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ കണ്ണിൽ കണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ. പിന്നെ ഈ ലെഗ് ഗാർഡ്, ഹാൻഡിൽ ബാർ നമ്മൾ തൽക്കാലം പെൻഡിങ്ങിലിടാണ്. ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് മാറ്റിയാൽ മതി. ഒന്ന് അലൈൻ ചെയ്ത് നോക്കിയതിന് ശേഷം വണ്ടി ഓടിച്ച് നോക്കിയിട്ടേ കംപ്ലയിൻ്റ് ഉണ്ട്. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെരിവ്. പിന്നെ ഇൻഡിക്കേറ്റർ ഒരെണ്ണം പെടുന്നത്. ഇത് ഒറിജിനൽ കിട്ടാണ്ടാവില്ല കേട്ടോ. ഇത് ഒറിജിനൽ കിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയായിട്ടാണ്. അപ്പോൾ ഞാനതിന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.